CPM-ന്റെ പാർട്ടി കോൺഗ്രസിന് മധുരയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നേതാക്കളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ EP ജയരാജൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു സിനിമയുമായി ബന്ധപ്പെട്ടതാണ്, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് ഈ സമ്മേളനം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ? ശ്രീ മോഹൻലാലും ശ്രീ പൃഥ്വിരാജും കേരളത്തിലെ ജനങ്ങളുടെ കലാകാരന്മാരുടെ കലാഹൃദയങ്ങളിൽ എന്നും സ്ഥാനമുറപ്പിച്ചിട്ടുള്ള ഒരു ഉത്തമന്മാരായ കലാകാരന്മാരാണ്. ഇവിടെ കലാ സൃഷ്ടിക്കും കലാ അവതരണത്തിനു മേലെയുള്ള കയ്യേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSSന്റെ അംഗീകാരം വേണം ഒരു സിനിമ അവതരിപ്പിക്കാൻ, ഒരു നാടകം അവതരിപ്പിക്കാൻ, ഒരു പാട്ട് അവതരിപ്പിക്കാൻ. RSSന്റെ തിട്ടൂരം വേണം എന്ന തെറ്റായിട്ടുള്ള നിലപാടുകളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. അവരുടെ കലാ ആസ്വാദനത്തിന് നേരെയുള്ള കയ്യേറ്റമാണത്. ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെ സിനിമകളും നാടകങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെ പരിഹാസ്യമായി പത്രങ്ങളിൽ വരുന്നുണ്ട്. അസഹിഷ്ണുതയുണ്ടോ ഞങ്ങൾക്ക്? ഞങ്ങളതിൽ നോക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തൽപ്പെടേണ്ട കാര്യങ്ങൾ അതിലുണ്ടോ എന്നാണ്. ഒരു സഹിഷ്ണുതയില്ലാത്ത ഒരു സംഘടനയാണ് BJP. അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ്, സെൻസർ ബോർഡിൻ്റെ ദുർവിനിയോഗമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ നേരത്തെ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ നേരത്തെ ഇറങ്ങിയപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് നേരിയ തോതിലെങ്കിലും ഒരു പ്രതിഷേധം ആ രീതിയിലും സിനിമയ്ക്കെതിരെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ സിനിമയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാടും ഒരിക്കലും ഉണ്ടാകാറില്ല. കാരണം അതൊരു കലയാണ്. കേന്ദ്ര നയങ്ങൾക്കെതിരെ അതിനോടുള്ള പ്രതികരണത്തിനു ഒപ്പം തന്നെ ഈ സമീപകാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ വിഷയങ്ങൾ, എമ്പുരാൻ സിനിമ അടക്കം ഉള്ള വിഷയങ്ങളിൽ ആണ് EP ജയരാജൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. സജീവ്കുമാറിനൊപ്പം മധുരയിൽ നിന്നും AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.